കുട്ടികളെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെയാണ് ഈ വൈദവ്യം അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടികൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. ഒരു ബോൺ ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്താവില്ല. അവരുടെ കൈൻഡ് ഓഫ് എനർജി അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അവരങ്ങനെ ആക്കി തീർത്തൊരു ഘടകം എന്ന് പറയുന്നത് ഇന്ന് സൈക്കോളജി വേറൊരു പാർട്ടായിട്ട് പോയി, ജ്യോതിഷം വേറൊരു പാർട്ടായിട്ട് പോയി. ശരിക്കും അത് ഒരുമിച്ച് പോകേണ്ട, ഹാൻഡ് ഇൻ ഹാൻഡ് പോകേണ്ട കാര്യം തന്നെയാണ്. ഈ നാട്ടിലേതെങ്കിലും കുട്ടികളുണ്ടോ അറിയാം, ഇന്ന ആൾക്ക് ഇന്ന പ്രായത്തിലുള്ള കുട്ടിയുണ്ട്, ഇന്ന ജാതകമാണ്. ഇത്രയും ഒരുപാട് ഒരു കാര്യം സിമ്പിളാക്കി ഒരാൾ നിർത്തില്ല. മാക്സിമം കോംപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? നേരത്തെ ഒരു കേസിൽ ഈ സന്യാസമാണ് ഇതിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പണ്ടത്തെ മുൻ ജന്മങ്ങളിൽ വലിയ പാപങ്ങൾ ചെയ്തവരാണോ സന്യാസത്തിന് വിധിക്കപ്പെട്ടവർ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നറിയാനോ ഒന്നും നമുക്ക് മാർഗമൊന്നുമില്ല. അവർ നമ്മളെ ഏതോ ഒരു ആക്ടിവിറ്റിയാണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത്. അതൊരു പക്ഷേ ഇപ്പം ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിരുന്ന ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഗുരുശാപമാണ്. മാതൃശാപം എന്നൊരു പക്ഷം പക്ഷേ മാതാവ് ക്ഷമിക്കും, ഗുരു ക്ഷമിക്കില്ല. ഗുരു ഒരു പ്രത്യേക ടൈപ്പാണല്ലോ, വളരെ കമ്പാഷനേറ്റ് ആണ്. അവർക്ക് ഒന്നിനോടും അറ്റാച്ച്മെൻറ്റോ ഡിറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്തെങ്കിലും രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ആക്ടിവിറ്റീസ് അവർ പറയുന്നുണ്ട്, ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗുരുശാപം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും നമുക്ക് ഇതുപോലുള്ള ഓരോന്ന് കൊണ്ടുതരിക. ഇപ്പം കുട്ടികളെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെയാണ് ഈ വൈദവ്യം അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടികൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് വരിക എന്നുള്ളത് ഗുരുമുഖത്ത് നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും ആധികാരികമായ രേഖകളൊക്കെ ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ. അതെ. അപ്പൊ ഈ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർ ഇതിന് മുൻപ് ഇതുപോലെ ഏർപ്പെട്ടിട്ടുള്ളവരായിരിക്കുമോ? ആയിരിക്കണം. കാര്യം എന്താ വെച്ചാൽ അവരുടെ പ്രാണനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. കാരണം അവരുടെ എനർജി അങ്ങനെയാണ്. ഏതെങ്കിലും കുറ്റവാളി മനസ്താപം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അത് നമ്മൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ സ്വരക്ഷയ്ക്ക് എന്തോ ചെയ്തു പോയതാണെങ്കിൽ നമ്മൾ നാളെ പശ്ചാത്താപം കാണും, അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു ബോൺ ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്താവില്ല. അവരുടെ കൈൻഡ് ഓഫ് എനർജി അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അവരങ്ങനെ ആക്കി തീർത്തൊരു ഘടകം എന്ന് പറയുന്നത് അവരുടെ വാസനകളാണ്. ഈ വാസന എന്ന് പറഞ്ഞത് ഈ എന്താ പറയുക, പൂർവാർജിതമാണ്. കർമ്മങ്ങളിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ ടെൻഡൻസീസ്, വാസന എന്നൊക്കെ പറയുന്നത്. ആ വാസനയാണ് അവരങ്ങനെ നിർത്തുന്നത്. ആ വാസന അവരിലുള്ളിടത്തോളം കാലം അവരൊന്നും മാറ്റാനോ അവരവർ പശ്ചാത്തപിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരങ്ങനെയാണ്. നമുക്ക് ജാതകം നോക്കുമ്പോൾ തന്നെ കിട്ടും ക്രിമിനൽ വാസനകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ അച്ഛനമ്മക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ശ്രദ്ധിക്കണം. എന്നാൽ അവരുടെയൊക്കെ എനർജി ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പം അതൊക്കെ വെച്ചാൽ കുട്ടികളല്ലേ, അവരെന്തെങ്കിലും പൊട്ടിത്തെറിച്ച് നടക്കുന്നതിനോ അവർ കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ചെയ്യുന്ന നമ്മളൊന്നും ചിന്തിക്കില്ല. പക്ഷെ അതൊക്കെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുടെ സിംറ്റംസോ അതിൻ്റെ സൂചനകളൊക്കെ ആയിരിക്കും. ഒരു ജാതകം പരിശോധിച്ച് നമുക്ക് കിട്ടും, ഇവരുടെ എനർജി ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത് കിട്ടും. അപ്പം നമ്മളത് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഈ കുജശുക്ര സംയോഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചില യോഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര വല്ലാത്തൊരു അൺകൺട്രോളബിൾ എനർജിയുടെ ഒക്കെ ഒരു ഉറവിടമുള്ള ആൾക്കാരായിരിക്കും. ഇതെവിടേക്കാണ് പോകുമെന്ന് പറയാൻ പറ്റില്ല. കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊരു ഈ 13 കഴിയുമ്പോഴാണ് ഇവർ ഇതിലേക്കൊക്കെ പോവുക. അതുവരെ കുട്ടികളാണ്. നമ്മൾ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുനടക്കും. ഇതെങ്ങനെയാ റെക്കഗ്നൈസ്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാരന്റ് ഇതെങ്ങനെയാണ് റിയലൈസ് ചെയ്യേണ്ടത്, ലൈക്ക് റെക്കഗ്നൈസ് ചെയ്ത് സീക്ക് ചെയ്യേണ്ടത്? ഒന്ന് ആ കുട്ടിയുടെ ജാതകം കറക്റ്റായിട്ട് പരിശോധിക്കുക. എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് പറയാൻ പറ്റുന്ന മറുപടി അത് തന്നെ. ഇപ്പോൾ പുറമേയുള്ള മാനറിസംസ് അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കണം എന്ന് തോന്നില്ലേ? അതായത് പിന്നെ ഇങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്താ പറയുക അത്തരത്തിലുള്ളൊരു സംഗതിയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികൾ റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. റെസ്റ്റ്ലെസ്നെസ്, പിന്നെ എന്തിനാണെങ്കിലും ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഇങ്ങനെ കുറേ സിംറ്റംസ് അവർ കാണിക്കും. അപ്പം അങ്ങനത്തെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മിക്കവാറും വീടുകൾ നടക്കുക ഈ പാരന്റിങ്ങിൽ വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ ക്രിട്ടിസൈസിങ് പാരൻ്റായിട്ട് മാറും. കുട്ടികളെ അഭിപ്രായമായിട്ടോ എന്തൊക്കെയോ ആയിട്ട് അവർ നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഇരിക്കടാ അവനെ വഴക്ക് പറഞ്ഞിട്ടും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് ഈ ക്രിട്ടിസിസം ആണ് അവനെ നാളെ വേറൊരു ലെവലിലേക്ക് ഇത് മറ്റൊരു മെന്റൽ പ്രോബ്ലം ആകുന്നു, വലിയ പ്രശ്നമാകുന്നു. നേരെ മറിച്ച് നമ്മളത് നർച്ചറി ആണെന്നുണ്ടെങ്കിലോ
നീ ഒരു ഓടാൻ പരിശീലിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സിലേക്ക് നമ്മൾ രാവിലെ അവനെ കൊണ്ടുപോകുന്നു, ആ സ്പോർട്സിൽ എൻഗേജഡ് ആക്കുന്നു. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കുട്ടിയാണ് പ്രജ്ഞാനന്ദ, അല്ലേ? നമ്മളെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ട് മാറിയ ഒരാളാണ്. അപ്പം പുള്ളിയെ സംബന്ധിച്ചോളം ഗെയിമായിരുന്നു മൊബൈലിൽ. ആ അച്ഛനും അമ്മയും അന്നെടുത്തൊരു തീരുമാനമാണ് ഇന്ന് അവരുടെ ലൈഫിൽ അത്രയും വലിയൊരു ചേഞ്ച് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. അതാണ് നർച്ചറിങ് പാരന്റിങ് എന്ന് പറഞ്ഞ സംഗതി. എല്ലാവർക്കും പറ്റും, പക്ഷെ അവിടെ നമ്മളെ കാര്യത്തിൽ ഓവറായിട്ട് നമ്മൾ അതിൽ എൻഗേജ്ഡ് ആണ്. കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് കേട്ടോ. പല അച്ഛനമ്മമാർക്കും വേണ്ടാഞ്ഞിട്ടല്ല, അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതുള്ളത്. അപ്പം മുൻപ് അവരുടെ വീട്ടിലെ സാഹചര്യം എന്താണോ അത് വെച്ചാൽ അവർ മക്കളെ വഴക്ക് പറയും, അടിക്കും, തൊഴിക്കും, അല്ലെങ്കിൽ അവിടെ പിടിച്ചിടും, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ സിറ്റുവേഷൻ അവർ മാനേജ് ചെയ്യും. പക്ഷെ അത് കുട്ടികൾ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം, അല്ലെങ്കിൽ അവരെ ഏത് രീതിയിലാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരെ എങ്ങനെ സ്വാധീനിക്കുക എന്നുള്ളത് ഇവരപ്പം ചിന്തിക്കില്ല. കുറേ കഴിഞ്ഞ് കുട്ടി കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് വില ലഹരിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയി തീരുമ്പോഴാണ് ഇവർ പിന്നത്തെ കാലം വെച്ച് നമ്മുടെ അടുത്തേക്ക് വരിക. അതെ, ശരിക്കും ഈ ആസ്ട്രോളജിയും പറഞ്ഞ സൈക്കോളജിയും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. എന്തൊക്കെയോ ബന്ധമല്ല, അതായത് മുൻകാലങ്ങളിൽ ഒരു ജ്യോത്സ്യൻ എന്ന് പറയുന്നത് ദേശത്തെ പണിക്കരുതെന്നാണ് അദ്ദേഹം എന്ന് അറിയപ്പെടുന്നത്. പുള്ളി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ അന്നത്തെ പഠനം ഒന്ന് ഗുരുകുലം ആയിരുന്നു. ജ്യോതിഷം ഒരിക്കലും നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെ അല്ല, ഗുരുവിൻ്റെ വീട്ടിൽ പോയി നിന്ന് പഠിച്ചിട്ടാണ് വീട്ടിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ സാധനകൾ പലതരത്തിലുള്ള, സാധന എന്ന് പറയുമ്പോൾ യോഗ മാത്രമൊന്നുമല്ല, ചില പൂജാവിധികളും പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ശരിക്കൊരു സാധകനാണ് ഈ ജ്യോതിഷി എന്ന് പറഞ്ഞത്. പഠനം മാത്രമല്ല, എൻ്റെ ബാക്കിൽ നല്ലൊരു സാധനയും കൂടെ ഈ പുള്ളിയുടെ ബാക്കിൽ എന്തായാലും ഉണ്ടാവും. സാധനയുടെ ബലമില്ലാണ്ട് അയാൾക്ക് മറ്റൊരാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പഠനത്തിൻ്റെ ആഴം കൊണ്ട് മാത്രം നമുക്കൊരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പലതും ഇൻഡ്യൂറ്റീവാണ്, ഇൻഡ്യൂഷൻസിൻ്റെ ഉള്ള സാധനം പലതും വർക്കാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധനയുടെ ശക്തി നല്ലോണം. പിന്നെ ഏറ്റവും വലുത് ഗുരുത്വം. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളുടെ ഒന്നും നടക്കില്ല. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ജ്യോത്സ്യന്മാർ കൈകാര്യം ചെയ്തിരുന്നത് ശരിക്കും ഈ സൈക്കോളജി തന്നെയാണ്. ഇന്ന് സൈക്കോളജി വേറൊരു പാർട്ടായിട്ട് പോയി, ജ്യോതിഷം വേറൊരു പാർട്ടായിട്ട് പോയി. ശരിക്കും അത് ഒരുമിച്ച് പോകേണ്ട, ഹാൻഡ് ഇൻ ഹാൻഡ് പോകേണ്ട കാര്യം തന്നെയാണ്. ദേശത്തെ പണിക്കരെന്ന് പറയുമ്പം ആ ഒരു ദേശത്തുള്ള എല്ലാ ആളുകളുടെയും അവസ്ഥ അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ ഫിനാൻഷ്യൽ ആണെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അറിയാം. ഇപ്പോൾ നമ്മൾ പെണ്ണെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ആ പണിക്കന്മാരുടെ വീട്ടിൽ അവിടെ പണിക്കെടുത്ത് ചോദിച്ചാൽ മതി, ഈ നാട്ടിലേതെങ്കിലും കുട്ടികളുണ്ടോ, അറിയാം ഇന്ന ആൾക്ക് ഇന്ന പ്രായത്തിലുള്ള കുട്ടിയുണ്ട്, ഇന്ന ജാതകമാണ്. ഇത്രയും ഒരുപാട് സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് ശരിക്കും. കാലക്രമേണ ആഴത്തിൽ അത് പഠിച്ച ആൾക്കാരും അല്ലെങ്കിൽ ആ പഠിച്ച ആൾക്കാർ തന്നെ അതിനോട് എടുക്കുന്ന സമീപനമൊക്കെ വ്യത്യാസപ്പെട്ടു പോയി. മോശം പറയാൻ വയ്യ, കാലഘട്ടത്തിനനുസരിച്ച് മാറിയതുകൊണ്ട് അവരെ കയ്യിൽ നിന്നതൊക്കെ മിസ്സായിപ്പോയി. പിന്നെ ഇപ്പോൾ ഉള്ള ജ്യോത്സ്യന്മാർക്കാണെങ്കിലും ജ്യോതിഷം അറിയാം, അതിനപ്പുറത്തേക്ക് ഈ സൈക്കോളജിയും ആളുകളെ ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിയില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം? ഞാൻ സമയം നോക്കണം, പറയാം ഓ ഇതാണ് നിൻ്റെ വിധി, ഇതാണ് നിൻ്റെ ഗതി, വെക്കോ അവനെ വിട്ടു. അല്ലാതെ ശരിക്കും ഇതൊരു ലൈഫ് ലോങ് റിലേഷനാണ്. നമ്മുടെ അടുത്ത ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ കൊണ്ടെടുക്കേണ്ട റിലേഷനാണത്. എൻ്റെ അടുത്ത് ഒരാൾ വരികയാണ്, അപ്പം ഞാനത് മനസ്സിലാക്കേണ്ടത് എനിക്കല്ലാതെ വേറൊരാൾക്കും കഴിയില്ല അയാൾക്കത് പറഞ്ഞു കൊടുക്കാൻ, അല്ലേ? അപ്പോൾ എൻ്റെ ബാധ്യതയാണല്ലോ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താനുള്ളത്. ഒരു ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. 10-35 വർഷം ജീവിച്ചിട്ട് എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ജീവിച്ച ആൾക്കറിയില്ല എന്താണെന്നുള്ളത്. അതാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പം നമ്മളത് ഈ ജാതകത്തിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവർ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം നമ്മളുടെ എന്താ പറയുക, നമുക്കൊരു ഫ്രീ സ്പേസ് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ബോത്ത് അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ചെയ്യാം. തീരുമാനം നമ്മളതാണ്. ഫ്രീ വിൽ എന്നൊരു സാധനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല തരത്തിലും പല കാലഘട്ടങ്ങളിലും പല ആക്ടിവിറ്റിയിലും നമ്മൾ ഈ ഫ്രീ വില്ലൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് വേറെ ആളാണ്, നമുക്കറിയാൻ പറ്റില്ല. അപ്പം നമ്മുടെ അവർ സംസാരിച്ച് അവരെ എന്താ പറയുക, അവരങ്ങ് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. നമ്മൾ ജീവിതത്തിന് ഫേസ് ചെയ്യുന്നത് ഒറ്റ കണ്ണിലാണ്. ശരിക്കും അങ്ങനെയാണോ? എല്ലാത്തിനും ഉണ്ട്. നമ്മളുടെ വ്യക്തി ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമാണ്. നമ്മളൊരു ലെവലിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഫാമിലി ലൈഫ് വേറെയാണ്, അത് വേറൊരു കൈൻഡിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. സോഷ്യൽ ലൈഫ് വേറെയാണ്, അത് വേറൊരു ലെവലിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക.
അല്ലേ? അപ്പോൾ അവിടെ ഓരോ തരത്തിലും നമ്മൾ ഡൈസെക്റ്റ് ചെയ്ത് ആളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. അത് ജാതകം കൊണ്ട് മാത്രം പറ്റൂല. ജാതകത്തിൽ ആ പുള്ളിയെ കിട്ടും, പക്ഷെ പുള്ളി ഇത്രയും കാലം പലതും ചെയ്ത് ഇതാകെ കുഴച്ച് മറിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഇതെവിടെയാണ് പുള്ളിക്ക് പ്രശ്നം പറ്റിയതെന്നും അറിഞ്ഞ് അവിടം കൊണ്ട് തിരുത്തി വന്നാൽ മാത്രമേ ഇയാളിൽ ട്രാൻസ്ഫർമേഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജാതകം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. പുള്ളിയാരാണ് നമുക്ക് സമയം എടുക്കും. ഇരുന്ന് സംസാരിച്ച് അയാളെ മനസ്സിലാക്കി ചിലപ്പോൾ നമുക്കൊരു സമയം കൊണ്ട് കിട്ടില്ല, ഒറ്റ ടൈമിൽ അത് കിട്ടില്ല. അപ്പം പിന്നെയും വിളിക്കേണ്ടി വരും. വിളിച്ചൊരു ചിലത് കോംപ്ലിക്കേറ്റഡ് ആൾക്കാരാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ആൾക്കാർക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ആക്കാന്നാണ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം സിമ്പിളാക്കി ഒരാൾ നിർത്തില്ല. മാക്സിമം കോംപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? ഇതിൽ ബിരുദം നേടിയ ആൾക്കാരൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യവും ഇതിങ്ങോട്ട് ആകെ അവിടെ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവും. കോംപ്ലിക്കേറ്റഡ് ആക്കുക എന്ന് പറഞ്ഞാല് സിമ്പിൾ. ഞാനൊരു സാധനം കൂടി തരുന്നു, ഞാനൊരു എൻ്റെ ഫോൺ എടുത്ത് ഞാൻ നിങ്ങൾക്ക് തന്നു, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എനിക്ക് തരാൻ തോന്നി, ഞാൻ തന്നു. സിമ്പിളാണല്ലോ. സിമ്പിൾ. എൻ്റെ അടുത്ത് പുള്ളി ഒന്ന് ചോദിക്കണം, ഞങ്ങളത് അതെ ഞാൻ അന്ന് അങ്ങനെ പോയ സമയത്ത് ഇവിടെ അങ്ങനെ ചെന്നപ്പോൾ മറ്റേ ഉണ്ടായിരുന്നു, ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാനതിങ്ങനെ വാങ്ങിയിട്ട് ഇതിങ്ങനെ പറഞ്ഞു. സിമ്പിൾ ആക്ടാണ്, എനിക്ക് തോന്നി, ഞാൻ കൊടുത്തു, കഴിഞ്ഞു. ഇത് ഇങ്ങനെയൊന്നല്ല, അത് വളച്ച് കെട്ടി ഒരുപാട്. ഞാൻ സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞതാ. ഇത് ജീവിതത്തിൽ ആളുകൾ അപ്ലൈ ചെയ്യുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ സിമ്പിളായി അവരെ സ്വന്തം ജീവിതമാണ് ഒരു കിടന്ന് എന്തെങ്കിലുമൊക്കെ ഈ പ്രിറ്റൻഡിങ് ആണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം. എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ ഇപ്പോൾ നമ്മളതൊരു ആൾ വന്നായിരുന്നു. ആൾ വന്നിട്ട് പുള്ളിക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യം എനിക്ക് കല്യാണം കഴിക്കാനുള്ള സമയത്താണ്. ഇല്ല, പെൺകുട്ടിയാണ്, 26 വയസ്സായിട്ടേ ഉള്ളൂ. എപ്പോഴാണ് കല്യാണം കഴിക്കണം സമയം? നമുക്ക് 2024 മറ്റാണ് സമയം എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് നിങ്ങൾക്കൊരു റിലേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. പക്ഷെ അത് നിൽക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങളെ സമയം ആയിട്ടില്ല. 2032 നിങ്ങൾക്ക് കറക്റ്റായിട്ട് കല്യാണത്തിനുള്ളൊരു ടൈം പറയാം. 2031 5-ാം മാസത്തിന് ശേഷം നിങ്ങൾക്ക് ടൈമുണ്ട്. അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് നല്ല റിലേഷൻ വരും. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ആളാവാനോ ഫാമിലിയിൽ നിന്നാവാനോ സാധ്യത ഉണ്ട് എന്നവരെ കഴിയത്. പുള്ളി അങ്ങനെയല്ലേ, ഞാൻ വേറൊരാളത്ത് ചോദിച്ചപ്പം ഇപ്പം അതിനുള്ള സമയമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ജാതകത്തിൽ അങ്ങനെ കാണുന്നില്ല. പുള്ളി എന്തുകൊണ്ട് പറഞ്ഞ് എനിക്ക് കേട്ടാന്ന് പറഞ്ഞു. 2004 നിങ്ങൾക്ക് അങ്ങനെ ഒരു സമയമുണ്ട്, പക്ഷേ ആ റിലേഷൻ നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കണ സംഗതിയാണ്. ചില ആ റിലേഷൻ ബുദ്ധിമുട്ടാക്കുന്നതിൽ കൂടുതൽ ആ റിലേഷനിലേക്ക് നിങ്ങൾ എൻഗേജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൻ്റെ ആ ഫ്ലോ കംപ്ലീറ്റ് മാറും. അങ്ങനെയുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരുത്താൻ പറ്റില്ല. നമ്മൾ ഒരുപാട് അതിൽ കമ്മിറ്റഡ് ആവും. പിന്നെ നമ്മൾ ആ സമയം എത്തുമ്പോഴാണ് ഇത് വേണ്ടിയിരുന്നില്ലാന്ന് തോന്നുക. പിന്നെ നമ്മളെ ഈ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഒരു ബാധ്യത, ലൈഫിലും ബാധ്യത കൊണ്ട് നടക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പക്ഷെ മുമ്പ് വിടുന്നില്ല. ഇങ്ങനെ ഓരോ സംസാരിച്ച ഞാൻ ചോദിച്ചു നിങ്ങളുടെ പ്രശ്നം എന്താ? വിവാഹത്തിൻ്റെ സമയം ചോദിച്ചു, ഞാൻ പറഞ്ഞു തന്നു. ഈ സമയത്ത് ഇങ്ങനെ സംഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലങ്ങനെ എന്തെങ്കിലും മോഹം വെച്ചാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തൽക്കാലം എടുത്ത് കളഞ്ഞേക്കത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളതെന്താ ഈ ടോപ്പിക് എന്താ തീരാത്തത്? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കേണ്ടത് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു റിലേഷൻ ഉണ്ടായിരുന്നു, അപ്പം ഇത് ബ്രേക്കപ്പ് ആയ പോലെയാണ്. അപ്പം പറഞ്ഞാൽ ബ്രേക്കപ്പ് നല്ലതല്ലേ, ബാധയോട് തീർന്നിട്ടില്ലേ, പോകണ്ടാണ് പോയിക്കോട്ടെ, ഇതിനകത്ത് പിടിച്ചു വയ്ക്കുന്നത് ചോദിച്ചാൽ. അല്ല അങ്ങനെയല്ല, പിന്നെ പുള്ളി എൻ്റെ അടുത്ത് എന്തെങ്കിലും ഹൈഡ് ഉണ്ടോന്ന് അറിയാലോ മാർഗം. അതായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പോൾ അത് ചോദിച്ചാൽ മതി. അവൻ പറഞ്ഞു പുള്ളി ഹൈഡ് ഉണ്ടോന്ന്. ഇപ്പം ഞാൻ നിങ്ങളെയാന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ആ സമയത്ത് നിങ്ങൾക്ക് വരുന്ന റിലേഷൻ നിങ്ങൾക്ക് നല്ലതല്ല. അത് ബൈ എനി റീസൺ, എന്ത് കാരണം ഇതിനാവാം, നമുക്കറിയില്ല എന്താണ് കാരണം എന്നുള്ളത്. അത് കാരണം കണ്ടെത്തണമെങ്കിൽ ആളാരാണെന്ന് നമുക്കറിയണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പുള്ളി ഇങ്ങനെ ഇരുന്ന് അങ്ങനെയല്ല, അതിന് രണ്ടാമത് അത് തന്നെ ആവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അടുത്ത ചോദ്യം അത് വേണം, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അത് വരുമോ ഇല്ലയോ എന്നുള്ളത് നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പം ചിന്തിക്കാൻ ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ട്. നിങ്ങളത് ചിന്തിച്ച് ലൈഫ് സെറ്റിലാക്കുക.
നിങ്ങൾക്ക് 2031 5-ാം മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം വരുന്നുണ്ട്. ആ സമയത്ത് ഈ പുള്ളി ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യം കാണിക്കുകയാണെങ്കിൽ അത്രയും കാലം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവുന്ന ആലോചിക്കേണ്ട കല്യാണം കഴിച്ചോ. ആ സമയത്ത് അദ്ദേഹം മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകേണ്ട കാര്യം നിൽക്കില്ലല്ലോ. അതല്ല അതിൻ്റെ നല്ല വഴി. എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ആലോചിക്കാം. അപ്പം ഞാൻ പറഞ്ഞു പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഉരുളാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അപകടങ്ങളില്ലാതെ ഒഴിവാകണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി അതാണ് നല്ലത്. അപ്പം ഞാൻ പറഞ്ഞത് സംഗതി വളരെ സിമ്പിളായിട്ടുള്ള കേസാണ് അല്ലേ. എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ടായിരുന്നു, അത് പറ്റൂല്ലയോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യത്തിൽ തീരേണ്ട നമ്മൾ പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് മറുപടി പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ മനസ്സിലാവണം. ഇത് മനസ്സിലാവാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ലല്ലോ, അക്സെപ്റ്റ് ചെയ്യാനുള്ള അതാണ് ഈ കോംപ്ലിക്കേഷൻ. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കും, വെറുതെ ആവശ്യമില്ലാതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കി വയ്ക്കും. ഇതൊരു കാര്യം സിമ്പിളായിട്ട് ഒരാൾ മനുഷ്യർ തീർക്കില്ല. അതിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറത്ത് കുറേ കഥകളുണ്ടാക്കി ഒരു ശീലമാണ്. അപ്പോൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് എനിക്ക് ബന്ധം ചേർത്ത് തരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകുമല്ലോ. ആ ഉണ്ട്. അതിനെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? പിന്നെ യന്ത്രങ്ങളുണ്ടല്ലോ, ഈ വശീകരണ യന്ത്രം പരസ്യം കാണുന്നുണ്ടല്ലോ, അത് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അതിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ച ആൾക്കാരാണ് നമ്മൾ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എൻഗേജഡല്ല, ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ജീവിതം നമുക്ക് അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും ചെയ്യേണ്ടതല്ല നമ്മുടെ ലൈഫ്. ലൈഫിൻ്റെ ഒരു അല്ലേ, അതിനൊരു നാച്ചുറൽ ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ കണ്ടെത്തിയിട്ട് അതിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. പക്ഷെ നമ്മളത് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഇത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവർ ശരിക്കും അവരാഗ്രഹിക്കുന്ന സൊല്യൂഷൻ ഒരാൾ പറയുന്നത് കേൾക്കാനാണ് വരുന്നത്. ഞാനെന്തോ ആഗ്രഹിച്ചിട്ടുണ്ട്, ആ ആഗ്രഹിച്ചത് നിങ്ങൾ പറയണം. ആ ഉത്തരം കിട്ടുന്നത് വരെ ഇങ്ങനെ കറങ്ങി കറങ്ങി അവിടെ എത്തും. എൻ്റെ ഭാഗം വെച്ചാൽ ശരിക്കും നമ്മളെ മനസ്സ് സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരുപാട് വിധേയപ്പെട്ടു പോകുന്നുണ്ട്. സോഷ്യൽ കണ്ടീഷൻ നമ്മളെ അപ്പം മനസ്സിൻ്റെ പ്രകൃതി എന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. ജീവിതം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ട്, അത് പറ്റില്ല. ഞാൻ ചെയ്യണം, ഞാൻ ചെയ്യണം. എനിക്ക് കുറേ പ്ലാനിങ്ങുകളുണ്ട്, ആ പ്ലാനിങ്ങുകൾ നടക്കണം. ആ പ്ലാനിങ് നടക്കാതെ വരുമ്പോഴാണ് ഞാൻ അസ്വസ്ഥനാവുന്നത്. എനിക്ക് അതിനേക്കാളും ബെറ്റർ ചിലപ്പോൾ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് വേണ്ട, ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് അത് വേണം. അപ്പോൾ ഈ ഒരു പിടിവാശി മറക്കട മുഷ്ടിയൊക്കെയാണ് ഇങ്ങനെ ഇവർ ഈ കുറേ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് നാച്ചുറൽ ഫ്ലോ ഉണ്ട്, അതിൽ അത് കണ്ടെത്തിയാൽ മതി. അത് പറഞ്ഞ ഒരു ആക്സെപ്റ്റ് ചെയ്യില്ല, എന്താ ചെയ്യാൻ.